രാവിലെ എഴുന്നേൽക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, സംഗീതത്തിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഒരു മകൻ്റെ കേസ് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഒരു മകൻ്റെ കേസിൽ വിജയിക്കുന്നു, അത്രയൊന്നും പഠിക്കണ്ട. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് പാടാൻ ഇത്രയും സംഗീതം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അവർ തന്നെ പറയുന്നു. ഇന്നത്തെ പാട്ടുകൾ പാടാൻ പുതിയ തലമുറയിൽപ്പെട്ട പാട്ടുകാർ പറയുന്നു. അപ്പം അതാ ഞാൻ ചോദിച്ചത്, ഇത്രയും സംഗീതം ഇപ്പോൾ ദാസേട്ടനെ പോലുള്ളവർ ഇപ്പോഴും പറയുന്നത് അവർ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, സംഗീതത്തിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് അവരെ കൊണ്ട് പറയിക്കുന്നു, യേശുവിനെ കൊണ്ട് പറയിക്കുന്നു, ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് തന്നെ അതിന് മാറ്റമില്ല. നാരായണ നാരായണ, ഇതാണ്, ഇത് പറയിക്കും ദൈവം. നിങ്ങൾ എന്ത് സത്യം പറയുകയാണെങ്കിലും ഇത് പറയിക്കും. അതാണ് ട്രൂത്ത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ട്രൂത്ത്. ഇപ്പം പറയുന്ന മനുഷ്യനെ മുഴുവൻ അങ്ങനെ പറയിക്കുകയാണ്. എന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഈ ഇപ്പോൾ പാടുന്ന പാട്ടൊക്കെ അടിപൊളി പാട്ടെന്ന് പറയുന്നുണ്ട്, സ്വാമിയുടെ അഭിപ്രായം തലരൊക്കെ ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. തലരൊക്കെ ആരാ പറയണേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ ഒക്കെ ചോദിക്കുന്നു പറയുന്നത്. എൻ്റെ സമാധാനമാണ്, അറിയാമോ? അഹങ്കാരമല്ല. ഞാനെന്ന അഹങ്കാരം ഉള്ളത് നശിക്കുവാൻ, ഞാനെന്ന് പറഞ്ഞ സമം അഹങ്കാരമെന്ന അർത്ഥം അറിയാമല്ലോ. ഞാൻ എന്ന അഹങ്കാരം ഉള്ളത് നശിക്കുവാൻ ഞാനെന്ന് തോന്നാതിരിക്കണം. തോന്നുകയും ഞാനില്ല, നീ ഒന്ന് മാത്രമാണെന്നറിവ് ഞാൻ അറിയുമായി വരിക ശരണമേ. പറഞ്ഞാൽ പറഞ്ഞിരിക്കണേ, അറിയാമോ? അഹങ്കാരമല്ല, ട്രൂത്ത്. നമ്മൾ അപ്പോഴാണ് ട്രൂത്തിൻ്റെ വാല്യൂ അറിയുന്നത്.